നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇനി തിരഞ്ഞെടുപ്പ് ചൂട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായി. ആദ്യഘട്ടം ഡിസംബർ 9-നും രണ്ടാം ഘട്ടം ഡിസംബർ 11-നും. വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വഴിമുട്ടി. ജനറൽ സീറ്റിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളുടെ തള്ളിക്കയറ്റം. കോൺഗ്രസിന്റെ സീറ്റുകൾ ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ്. കൊപ്പം കൈപ്പുറം ചിനവതിക്കാവിൽ മോഷണം. 15,000 രൂപയോളം മോഷണം പോയി. ഓഫീസ് കെട്ടിടം കുത്തി തുറന്നാണ് മോഷണം. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മാരായമംഗലത്ത് തുടക്കമായി. വി കെ ശ്രീകണ്ഠൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഉപജില്ലാ കലോത്സവം കൊപ്പത്ത് തുടരുന്നു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് തുറന്നു. 2 ഷിഫ്റ്റുകളിലായാണ് ആദ്യഘട്ടത്തിൽ ഡയാലിസിസ് നടത്തുക. വാർത്തകൾ വിശദമായി. സംസ്ഥാനം ഇനി തിരഞ്ഞെടുപ്പ് ചൂടിൽ. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടം ഡിസംബർ 9-നും രണ്ടാം ഘട്ടം ഡിസംബർ 11-നും നടക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായി. തിരഞ്ഞെടുപ്പ് തീയതികളും മാർഗനിർദ്ദേശങ്ങളും ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-നും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-നും നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. ആകെയുള്ള 1200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. 2.84 ലക്ഷം വോട്ടർമാരാണ് ജനവിധി എഴുതുക. 33,746 പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടെടുപ്പിനായി സജ്ജീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 21-നാണ്. സൂക്ഷ്മ പരിശോധന നവംബർ 22-ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള തീയതി നവംബർ 24-നാണ്. വോട്ടെടുപ്പ് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെ. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വഴിമുട്ടി. ജനറൽ സീറ്റുകളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളുടെ തള്ളിക്കയറ്റമാണ് സ്ഥാനാർത്ഥി നിർണയം സങ്കീർണമാക്കുന്നത്. ഇതിനിടെ കോൺഗ്രസിന്റെ വാർഡുകൾ ലീഗ് ആവശ്യപ്പെട്ടതോടെ കോൺഗ്രസ് തീച്ചുളയിലായി. ജനറൽ വാർഡുകളായ തിരുവിഴാംകുന്ന്, തെങ്കര ഡിവിഷനുകൾ തങ്ങൾക്ക് വേണമെന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറല്ല. നിലവിലെ വാർഡുകളിലേക്ക് തന്നെ സ്ഥാനാർത്ഥികളുടെ ഒഴുക്കാണ്. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ബ്ലോക്ക് ഡിവിഷനിലെ ജനറൽ വാർഡായ തിരുവിഴാംകുന്നിൽ 1/2 പേരുകളാണ് കേൾക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ TK ഇപ്പു, CJ രമേശ്, സക്കീർ തയ്യിൽ, O ഫിറോസ്, നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത എന്നിവരാണ് മത്സരിക്കാൻ കച്ചമുറുക്കിയത്. മറ്റൊരു ജനറൽ വാർഡായ പയ്യനടുത്ത് DCC ജനറൽ സെക്രട്ടറി P അഹമ്മദ് അഷ്റഫ്, കുമ്മരമ്പത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ PM നൌഫൽ തങ്ങൾ, തെങ്കര പഞ്ചായത്ത് അംഗം CP അലി, INTUC ഡിവിഷൻ പ്രസിഡന്റ് O സജീവ് എന്നിവരും, തെങ്കരയിൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കുരിക്കൽ സെയ്ദ്, നൌഷാദ് ചേലഞ്ചേരി, ഗിരീഷ് ഗുപ്ത, തെങ്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KP ജഹീഫ് എന്നിവരുമാണ് രംഗത്തുള്ളത്. തിരുവിഴാംകുന്ന് വാർഡിൽ കഴിഞ്ഞ തവണ I ഗ്രൂപ്പാണ് മത്സരിച്ചത്. ഈ സീറ്റിലേക്ക് മത്സരിക്കാൻ രംഗത്ത് വന്നതാകട്ടെ I ഗ്രൂപ്പിന് പുറത്തുള്ളവരും. ഈ സീറ്റ് I ഗ്രൂപ്പിന് നഷ്ടമായാൽ പകരം തെങ്കരയോ പയ്യനടമോ Iക്ക് നൽകേണ്ടി വരും. പയ്യനടത്തും തെങ്കരയിലും നിലവിൽ A ഗ്രൂപ്പാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് 4 തവണ യോഗം ചേർന്നെങ്കിലും തീരുമാനമായില്ല. കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, പോഷക സംഘടനാ സംസ്ഥാന ഭാരവാഹികൾ, പോഷക സംഘടനകളുടെ ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നിവർ ഉൾപ്പെടുന്ന കോർ കമ്മിറ്റി ചർച്ച ചെയ്ത് തർക്കം പരിഹരിക്കണമെന്നാണ് ഇക്കഴിഞ്ഞ 4-ന് ഇറക്കിയ KPCCയുടെ സർക്കുലറിൽ പറയുന്നത്. കോർ കമ്മിറ്റിയിലും പരിഹാരമായില്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന് വിടാനാണ് നിർദ്ദേശം. എന്നാൽ മണ്ണാർക്കാട് കോർ കമ്മിറ്റി ഇതുവരെ യോഗം ചേർന്നില്ല. അതേസമയം കോങ്ങാട് ബ്ലോക്കിലെ വാർഡുകളിൽ കോൺഗ്രസ് ലീഗ് സീറ്റ് വിഭജനം പൂർത്തിയായി. ബ്ലോക്കിൽ അധികമായി വന്ന കുമ്മരമ്പത്തൂർ പഞ്ചായത്തിലെ നെച്ചുള്ളി വനിതാ വാർഡ് ആക്കുന്ന കാര്യത്തിൽ ലീഗും കോൺഗ്രസും ധാരണയിലെത്തിയിട്ടില്ല. മണ്ണാർക്കാട് കോട്ടാപ്പാടം പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചേർന്ന മുസ്ലിം ലീഗ് യോഗത്തിൽ ബഹളം. തീരുമാനമാകാതെ യോഗം പിരിച്ചുവിട്ടു. ഇത് 2ാം തവണയാണ് കോട്ടപ്പാടത്ത് തെരഞ്ഞെടുപ്പ് യോഗം ബഹളത്തിൽ കലാശിക്കുന്നത്. കോട്ടപ്പാടം സ്കൂളിൽ ലീഗ് ജില്ലാ പ്രതിനിധി കല്ലടി അബൂബക്കറിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പാറശ്ശേരി ഹാസൻ അധ്യക്ഷ പ്രസംഗം തുടങ്ങിയതോടെ ഒരു വിഭാഗം ആളുകൾ ബഹളം വെച്ചു.
ഒന്നാം വാർഡ് കാപ്പുപറമ്പും തിരുവിഴാങ്കുന്ന് ബ്ലോക്ക് ഡിവിഷനും കോൺഗ്രസിൽ നിന്ന് വാങ്ങി ലീഗ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന പ്രവർത്തകരുടെ ആവശ്യം പഞ്ചായത്ത് നേതൃത്വം വേണ്ടവിധത്തിൽ UDF യോഗത്തിൽ ചർച്ച ചെയ്തില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇതേച്ചൊല്ലി യോഗത്തിനെത്തിയവർ ചേരിതിരിഞ്ഞ് ബഹളമായി. കഴിഞ്ഞ തവണ ഈ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് പഞ്ചായത്ത് കമ്മിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ടയാളാണെന്ന് ചിലർ ആരോപിച്ചു. ഇതോടെ ബഹളം രൂക്ഷമായി. ബഹളം നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമായതോടെ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ മിനിറ്റ്സുമായി സ്ഥലം വിട്ടു. തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിച്ചതോടെ കോട്ടോപ്പാടം ലീഗിലെ തർക്കം തലവേദനയായിരിക്കുകയാണ് നേതൃത്വത്തിന്. തുവ്വൂരിലെ വിവാദ കളിക്കളവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസി കരുവാരക്കുണ്ട് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. അഡീഷണൽ SP കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം തിങ്കളാഴ്ച രാവിലെ ഗ്രൗണ്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. അല്ല ഹൈക്കോടതിയിൽ നമ്മൾ സ്റ്റേ പോയതാണ്. ഇതുമായി ബന്ധപ്പെട്ടല്ലോ ഒക്കെ ബന്ധപ്പെട്ടൊക്കെ അല്ലാതെ ഇതിന് ഓണർഷിപ്പിനെ സംബന്ധിച്ച് ഓണർഷിപ്പിന് എന്തെങ്കിലും കേസ് അതാരൊക്കെ തമ്മിൽ പഞ്ചായത്തും മാനേജ്മെന്റ് കേസുണ്ട്. അതിലിപ്പോ എവിടെ കേസ് പെൻഡിങ് അവിടെ അതന്നെ ഈ രണ്ടും ഒന്നിച്ചാണ്. തുവ്വൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുറമ്പോക്ക് ഭൂമിയിൽപ്പെട്ട കളിസ്ഥലം തറക്കൽ AUP സ്കൂൾ മാനേജ്മെന്റ് അനധികൃത രേഖകളുണ്ടാക്കി ഹൈക്കോടതിയെ സമീപിച്ചെന്നും പിന്നീട് കോടതി വിധി മാനേജ്മെന്റിന് അനുകൂലമായെന്നുമാണ് നാട്ടുകാരുടെ വാദം. JSC ക്ലബിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾക്കുൾപ്പെടെ വേദിയായ മൈതാനത്ത് കോടതി വിധിയുടെ ബലത്തിൽ പിന്നീട് സ്കൂൾ മാനേജ്മെന്റ് ചുറ്റുമതിൽ നിർമ്മാണം തുടങ്ങി. ഗ്രൗണ്ടിലെ ഈ നിർമ്മാണ പ്രവർത്തികൾ കുട്ടികൾക്ക് ഭീഷണിയാണെന്നും രാത്രികാലങ്ങളിൽ പ്രവൃത്തിയുടെ മറവിൽ പോലീസ് ഒത്താശയോടെ മണ്ണ് കടത്തുന്നുണ്ട് എന്നുമുള്ള പരാതികളും ഉയർന്നു. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് പ്രദേശവാസി PMK സിറാജ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ അന്വേഷണം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി അഡീഷണൽ SP കൃഷ്ണദാസ് സ്ഥലം സന്ദർശിച്ച് നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. കേസ് സംബന്ധിച്ച് നിങ്ങൾ കോടതിയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാൻ അത് പോലീസിൽ കേസ് ഉണ്ടെങ്കിൽ പോലീസ് അഭിപ്രായം പറഞ്ഞില്ലല്ലോ. അതേസമയം ഗ്രാമപഞ്ചായത്ത് നടത്തിയ നിയമപരമായ നീക്കത്തെ തുടർന്ന് ഗ്രൗണ്ടിൽ സ്കൂൾ മാനേജ്മെന്റ് നടത്തുന്ന പ്രവൃത്തികൾ കോടതി നിർദ്ദേശത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. മലപ്പുറം കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കായിക വകുപ്പ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓപ്പൺ ജിം സ്ഥാപിച്ചത്. കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. P ഉബൈദുള്ള MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇത് പൊതുജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ധാരാളം നടപടികൾ ഇപ്പോൾ നമ്മൾ എടുത്തു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും പുതിയ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ സ്ഥലം ലഭ്യമാകുന്ന കഴിയുന്നത്ര സ്ഥലങ്ങളിലും ഓപ്പൺ ജിമ്മിന്റെ നിർമ്മാണം നമ്മൾ നടത്തി വരികയാണ്. മറ്റൊന്ന്, നമ്മുടെ വിദ്യാലയങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് കായിക മേഖലയിൽ അവരുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹെൽത്തി കിഡ്സ് എന്ന ക്ലാസ് റൂമുകൾ ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു. ഇപ്പോൾ ഏകദേശം 75ഓളം ക്ലാസ് റൂമുകൾ വിവിധ ജില്ലകളിലായി നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതും ഇതേപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ്. വിദ്യാർത്ഥികളിൽ കായിക പരിശീലനം ആരംഭിക്കാനുള്ള പ്രചോദനം ലഭ്യമാകുന്ന 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കോർട്ടുകൾ, വോളിബോൾ, ഫുട്ബോൾ അടക്കമുള്ള കായിക ഇനങ്ങൾക്കുള്ള പരിശീലനം നേടാനുള്ള സംവിധാനം. അതോടൊപ്പം ധാരാളം ജിമ്മുകൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ മലപ്പുറത്ത് തന്നെ ബഹുമാനപ്പെട്ട MLAയുടെ ആവശ്യപ്രകാരം ഒരു ജിം നമ്മളിവിടെ ആരംഭിച്ചു. ഏകദേശം 1,10,00,000 രൂപ ചെലവിലാണ് അതിൻ്റെ നിർമ്മാണം നടത്തിയത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ കെട്ടിടം നമ്മൾ മലപ്പുറത്ത് നിർമ്മിക്കുക. അതോടൊപ്പം ജില്ലാ ആസ്ഥാനത്ത് തന്നെ കളക്ടറേറ്റിന് ചേർന്നുകൊണ്ട് പുതിയൊരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം ഇപ്പോൾ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം കൂടി ഇപ്പോൾ ആരംഭിക്കേണ്ടത്. നഗരസഭാ കൗൺസിലർമാരായ PSA ഷബീർ, C സുരേഷ്, KPA ഷെരീഫ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷെറഫ് അലി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P ഋഷികേഷ് കുമാർ, സെക്രട്ടറി VR അർജുൻ, DTPC സെക്രട്ടറി P വിപിൻ ചന്ദ്ര എന്നിവർ സംസാരിച്ചു. കായിക വകുപ്പ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12.33 ലക്ഷം രൂപ ചെലവിലാണ് ജിം നിർമ്മിച്ചത്. ഇന്റർലോക്ക്, നെയിം ബോർഡ് എന്നിവയ്ക്ക് 6.37 ലക്ഷവും ഉപകരണം സ്ഥാപിക്കാൻ 5.95 ലക്ഷം രൂപയും ചിലവഴിച്ചു. കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഉപകരണങ്ങളാണ് ഇവിടെയുള്ളത്. 10,000-ഓളം ചതുരശ്ര അടിയിൽ ഇന്റർലോക്ക് വിരിച്ചാണ് ഓപ്പൺ ജിം ഒരുക്കിയിട്ടുള്ളത്. എയർ വാക്കർ, ചെസ്റ്റ് പ്രസ്, ട്രിപ്പിൾ ട്വിസ്റ്റർ, ലെഗ് പ്രസ്, റോവർ, ഷോൾഡർ ബിൽഡർ, സിറ്റ്-അപ്പ് ബോർഡ്, സ്കൈ വാക്കർ, സർഫ് ബോർഡ്, ക്രോസ് ട്രെയിനർ, ബാക്ക് എക്സ്റ്റൻഷൻ, പുഷപ്പ് ബാർ, ആംപാഡിൽ ബൈക്ക്, ഹോഴ്സ് റൈഡർ, സിംഗിൾ ബാർ എന്നിങ്ങനെ 15 ഉപകരണങ്ങളാണ് ജിമ്മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനായിരുന്നു നിർമ്മാണ ചുമതല. കൊപ്പം കൈപ്പുറം ചിനവതിക്കാവിൽ മോഷണം. 15,000 രൂപയോളം മോഷണം പോയി. ഓഫീസ് കെട്ടിടം കുത്തിത്തുറന്നാണ് മോഷണം. തിങ്കളാഴ്ച രാവിലെ ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് ജീവനക്കാർ മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ കൊപ്പം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 15,000-ഓളം രൂപ മോഷണം പോയി. ക്ഷേത്രത്തിലെ CCTV ക്യാമറകളും ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള സാമഗ്രികളും കൊണ്ടുപോയി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ കുറിയുമായി ബന്ധപ്പെട്ടുള്ള പണശേഖരണം നടത്തിയിരുന്നു. കുറിയുടെ പണം ഓഫീസിൽ ഉണ്ടാകുമെന്ന് കരുതിയാകാം മോഷണം നടന്നതെന്നാണ് നിഗമനം. 1 മാസം മുമ്പ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്നും മോഷണം നടന്നിരുന്നു. ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് കൊപ്പം പോലീസും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. പോലീസ് ഡോഗ് ക്ഷേത്രത്തിനു ചുറ്റും സഞ്ചരിച്ച് നെടുങ്ങോട്ടൂർ റോഡ് വരെ പോയി തിരിച്ച് വരികയായിരുന്നു. കൗണ്ടർ അടിച്ചു പോയതാണ് 7 മണിക്ക്. അതിനുശേഷം ആണ് ഇത് സംഭവിച്ചത്. ഞങ്ങൾ കാലത്ത് 6 മണിക്കാണ് കൗണ്ടർ തുറക്കാൻ വരുന്നത്. ശശിയ കൗണ്ടർ ഇരിക്കുന്ന ആള് വന്നപ്പോഴാണ് ഇത് കാണുന്നത്. ഡോറൊക്കെ പൊളിച്ചിട്ടുള്ള ഇത് കാണുന്നത്. കൗണ്ടറിൽ കുറച്ച് ക്യാഷൊക്കെ ഉണ്ടായിരുന്നു. ക്യാഷൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഡോറ് നാസാക്കിയിട്ടുണ്ട്. പിന്നെ ഷോറൂമിന്റെ ഡോറൊക്കെ നാസാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ കാലത്താണ് 6 മണിക്കാണ് കാണുന്നത് സംഭവം. എന്താ വീട്ടിൽ ഞങ്ങൾ കൗണ്ടർ അടച്ചു പോയതാണ്. ഇല്ല വേണ്ടാ തോന്നുന്നില്ല. കൗണ്ടറിലെ ക്യാഷൊക്കെ പോയിട്ടുള്ളൂ. രണ്ടായിരം 7 എടുത്ത വണ്ടാറും അല്ല സൈഡ് പൈസ ക്യാഷ് ഒന്നും ഇല്ല. അടുത്ത ക്യാഷില്ല. CCTV ആർഡൊക്കെ കൊണ്ടുവരുന്നു. അതൊന്നും കാണാൻ പറ്റുന്നില്ല. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് തുറന്നുകൊടുത്തു. മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴിയാണ് യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയോട് ചേർന്നാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയിരിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചായിരുന്നു കെട്ടിടം സജ്ജമാക്കിയത്. പിന്നീട് MLA ഫണ്ടും നഗരസഭാ ഫണ്ടും ഉൾപ്പെടെ വിനിയോഗിച്ച് മറ്റ് സംവിധാനങ്ങളും ഒരുക്കി. തിങ്കളാഴ്ച മുതൽ കേന്ദ്രത്തിൽ ഡയാലിസിസ് ആരംഭിച്ചു. മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നാളുകളായിട്ടുള്ള നമ്മുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഒട്ടേറെ പ്രതിസന്ധികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. താലൂക്ക് ആശുപത്രി സന്ദർശന വേളയിൽ ഞാൻ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ സന്ദർശിക്കുമ്പോൾ പട്ടാമ്പിയിൽ എത്തിയിരുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട MLAയുടെ ആസ്തി വികസന ഫണ്ട്, അതോടൊപ്പം മുനിസിപ്പാലിറ്റി പ്രോജക്റ്റ് ഫണ്ട്, സ്പോൺസർ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചാണ് 21 ലക്ഷത്തി ചില്വാനം രൂപ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവൃത്തി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട MLAയുടെ ആദ്യഘട്ടത്തിൽ 99 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 474.14 സ്ക്വയർ മീറ്റർ ഉള്ള ഇരുനില കെട്ടിടം പൂർത്തിയാക്കിയത്. അതിന് ശേഷം പിന്നെയും 2021 24 ലക്ഷം രൂപയ്ക്ക് കുഴൽക്കിണർ, സെപ്റ്റിക് ടാങ്ക്, ജനറേറ്റർ, ഫ്രിഡ്ജ്, TV, റിസപ്ഷൻ വർക്കുകൾ എന്നിവയും കൂടാതെ ആദ്യ നിലയിൽ സ്റ്റോർ റൂം, ജീവനക്കാരുടെ റൂം, പെയിന്റിംഗ്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ MLA ഫണ്ടിൽ നിന്ന് ചെയ്യുകയുണ്ടായി. ഈ നിലയിൽ ബഹുമാനപ്പെട്ട MLAയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ MLA ഫണ്ടിൽ നിന്ന് 8 ഡയാലിസിസ് മെഷീനും മറ്റു ഉപകരണങ്ങളും ഇവിടെ വാങ്ങുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. KMCL വഴിയാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട MLAയുടെ ഒരു നിരന്തര ഇടപെടൽ ഇതിലുണ്ട്. കാരണം നമ്മളൊരു പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ അനുവദിക്കുക എന്നുള്ളതിനപ്പുറം
ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ പവറിൻ്റേതാകട്ടെ, വെള്ളത്തിൻ്റേതാകട്ടെ, മറ്റനുമതികളാകട്ടെ, ഇതിനു വേണ്ടിയിട്ട് വളരെയേറെ അതിൽ ഇടപെടുകയും പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട MLA. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായി. മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മാരായമംഗലത്ത് തുടക്കമായി. വിവിധ മാപ്പിള കലകളോടെ ഒന്നാം ദിവസം വർണ്ണാഭമായി. BK ശ്രീകണ്ഠൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നാലു ദിവസങ്ങളിലായാണ് ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത്. കലോത്സവത്തിന്റെ ഒന്നാം ദിവസം 22 വേദികളിലായി വിവിധ മത്സരങ്ങൾ അരങ്ങേറി. ഒന്നാം ദിവസത്തെ കലാപ്രകടനങ്ങളിൽ കാണികളെ ആകർഷിച്ചത് മാപ്പിള കലകൾ തന്നെയായിരുന്നു. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ ഒപ്പന, ദഫുമുട്ട്, അറബന, കോൽക്കളി തുടങ്ങിയ മത്സരങ്ങൾ ആദ്യ ദിനം വർണ്ണാഭമാക്കി. വിവിധ വേദികളിലായി പദ്യം ചൊല്ലൽ, ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, അഭിനയഗാനം, ഉറുദു, ഗസൽ, പ്രസംഗം തുടങ്ങിയ സ്റ്റേജിന മത്സരങ്ങളും പെൻസിൽ ഡ്രോയിങ്, ജലച്ചായം തുടങ്ങിയ വിവിധ രചനാ മത്സരങ്ങളും അരങ്ങേറി. ശ്രുതി ശുദ്ധമാകുവാൻ മനസ്സേ നിജപമോടിയുണരൂ. മായ മാളവഗോള പാടൂ. ശ്രീശ്യാമ ശാസ്ത്രീതൻ ആലാപ മധുരങ്ങൾ ആത്മാവിലറിവായി നിറയ്ക്കാം. ശ്രീശ്യാമ ശാസ്ത്രീതൻ ആലാപ മധുരങ്ങൾ ആത്മാവിലറിവായി നിറയ്ക്കാം. സ്വാതിതൻ സംഗീത സ്വരരാഗ കീർത്തനം ഗുരുവന്ദ. കലാപ്രതിഭകളെ മികച്ച മുന്നൊരുക്കത്തോടെയാണ് മാരായമംഗലം വരവേറ്റത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചിട്ടയോടെ ഒരുക്കിയ വേദികളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും മികവുറ്റതായി. ഉപജില്ലാ കലോത്സവത്തിന് മാരായമംഗലം റംസ് കൺവെൻഷൻ സെന്ററും വേദിയായി. 2 പ്രധാന വേദികളും ഭക്ഷണ ഹാളും സജ്ജീകരിച്ചത് റംസ് കൺവെൻഷൻ സെന്ററിലാണ്. രാവിലെ BK ശ്രീകണ്ഠൻ MP കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തായാലും ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ ഈ ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിക്കുന്നതായിട്ട് അറിയിക്കുക. കേരളത്തിലുടനീളം 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് കലോത്സവ വേദികളിൽ മാറ്റുരയ്ക്കുന്നത്. നേരത്തെ നസീമ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ എല്ലാം പ്രകടിപ്പിക്കുന്ന വേദികളായി 100 കണക്കിന് വേദികൾ മാറിയിരിക്കുക. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നതാണ് നമ്മുടെ സ്കൂൾ സംസ്ഥാന കലോത്സവം. അവിടെ എന്തൊരു മാത്രം
ഒരു പ്രൗഢഗംഭീരമായിട്ടാണ് നമ്മൾ നടത്തുക. സാധാരണ ആയിരക്കണക്കിന് പേർ അണിനിരക്കുന്ന ആ മത്സരം കാണാൻ ഏറ്റവും ആസ്വാദ്യകരമായി അതെല്ലാം കേൾക്കാനും കാണാനും ഒരുപാട് പേര് കൂടുക പതിവ്. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ പൈതൃകവും പാരമ്പര്യവും പ്രകടമാക്കുന്നതാണ് ആ കലാമത്സരങ്ങളൊക്കെ. നമ്മുടെ വിദ്യാർത്ഥികളുടെ കഴിവ്, അവരുടെ നൈസർഗികമായിട്ടുള്ള മികവ്, അതെല്ലാം കണ്ണിന് ആനന്ദവും അതുപോലെ ആസ്വാദ്യകരവുമായി മാറ്റുന്നത് ഈ കലോത്സവ വേദികളിലാണ്. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. മദ്ദള കലാകാരൻ ചെർപ്പശ്ശേരി ശിവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഉദ്ഘാടന വേദിയിൽ കലാസമന്വയം അവതരിപ്പിച്ചവരെയും കലോത്സവത്തിൻ്റെ ലോഗോ തയ്യാറാക്കിയ ചന്ദനയെയും ആദരിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുവർണകുമാരി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ നസീമ, PTA പ്രസിഡന്റ് C അബ്ദുറഹ്മാൻ, SMC ചെയർമാൻ രാജൻ പുതനായിൽ, സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് EK, ഹെഡ്മാസ്റ്റർ KC മുരളീധരൻ, സ്കൂൾ മാനേജേഴ്സ് പ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൽ മാരായമംഗലത്തിന്റെ വാനമ്പാടിയായി അരുന്ധതി. പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും 1ാം സ്ഥാനം നേടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്തിലാണ് ഈ 10ാം ക്ലാസ്സുകാരി. മഹാലക്ഷ്മി ജഗന്മാരമനും ഇറങ്ങി വരമരു മഹാലക്ഷ്മി നാം രചിച്ചിടും പുഴത്തടങ്ങളിൽ നെല്ലും ഗോതമ്പും നാം വിതച്ചിടും. പയറും പാവലും പച്ചക്കറികൾ നാം വളർത്തിടും. വേനൽക്കാലത്തു പഞ്ചാഗ്നിമധ്യത്തിൽ നാം തപിച്ചിടും. വർഷകാലേ കഴുത്തറ്റം വെള്ളത്തിൽ നാം ഭജിച്ചിടും. വസന്തത്തിൽ പൂക്കളായി വനഭംഗി രുചിച്ചിടും. കൂട്ടം കൂടിയിരിക്കുമ്പോൾ പാട്ടും കൂത്തുമുണർന്നിടും. ആടി ചുവടുവച്ചോരോ നാടകം നടമാടിടും. ഓരോ ജനപദം തോറും ഓരോ സംസ്കാരമങ്ങനെ. മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അരുന്ധതി. 12 വർഷമായി വെള്ളിനേഴി സുബ്രഹ്മണ്യന്റെ കീഴിൽ അരുന്ധതി സംഗീതം അഭ്യസിക്കുന്നുണ്ട്. ജില്ലാ കലോത്സവ വേദികളിൽ തുടർച്ചയായി കേട്ടുവരുന്ന സ്വരമായി അരുന്ധതി ഇതിനോടകം മാറിക്കഴിഞ്ഞു. തുടർച്ചയായ വർഷങ്ങളിൽ ജില്ലാ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് നേട്ടം കൊയ്യാൻ അരുന്ധതിക്ക് ആയിട്ടുണ്ട്. ഇത്തവണ ഉപജില്ലാ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതം, പദ്യം ചൊല്ലൽ എന്നീ 2 ഇനങ്ങളിലും അരുന്ധതിക്ക് 1ാം സ്ഥാനമാണ്. ഇനി ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സംസ്ഥാന തലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അരുന്ധതി. സന്തോഷമായി. കുറേ ഹാർഡ് വർക്ക് ഉണ്ട്. വെള്ളിനേഴി സുബ്രഹ്മണ്യ മാസ്റ്റർ 12 വർഷമായി. അല്ല, പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ സംഗീതത്തോട് താല്പര്യമാണ്. കാലങ്ങളായി താല്പര്യമുള്ള ഒരു ഫീൽഡാണ് സംഗീതം.
അത് മോളെ കൂടി ഉൾപ്പെടുത്തി നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുക എന്ന ഉദ്ദേശമാണുള്ളത്. സ്ഥിരമായി 3 വർഷത്തോളമായി ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ 3-4 വർഷമായിട്ട് സബ് ജില്ലയിലും ഫസ്റ്റാണ്. ഇനിയിപ്പോൾ അടുത്തത് ലളിതഗാന മത്സരമാണ് ഇന്ന് വൈകിട്ട്. നല്ല രീതിയിൽ പോകുന്നു. ആ പ്രിപ്പയർ ചെയ്യണം. ഇനിയും പോകണം സാറടുത്തേക്ക് പ്രാക്ടീസ് ചെയ്യാൻ. ഗോത്രയാന. തെക്കു തെക്കങ്ങു ചെല്ലുമ്പോൾ മാറ്റങ്ങൾ പലതും വരും. ഉടലിൻ കാന്തി മാറിയിടും ഉലകിൻ രൂപഭാവവും. വേഷം മാറും, ഭാഷ മാറും, ശത്രുമിത്രങ്ങൾ മാറിടും. ലക്ഷ്യവും മാർഗവും മാറും, മാറും രീതികൾ മാറിടും. ദക്ഷിണായനമാകുമ്പോൾ ദാക്ഷിണ്യം പലതായിടും. ഓരോ നിമിഷവും വെല്ലുവിളിയായി ഭവിച്ചിടും. GHSS മാരായമംഗലം സ്കൂളിലാണ്. മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി കലോത്സവം വർണ്ണാഭമായി. ചിലമ്പൊലി എന്ന പേരിൽ ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന് മുന്നോടിയായാണ് പൂർവ്വ വിദ്യാർത്ഥികൾ കലോത്സവം സംഘടിപ്പിച്ചത്. ഒപ്പന, കൈക്കുട്ടിക്കളി, തിരുവാതിരക്കളി, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, കവിതാ ആലാപനം തുടങ്ങിയ കലാപരിപാടികളാണ് പൂർവ്വ വിദ്യാർത്ഥി കലോത്സവത്തിൽ അരങ്ങേറിയത്. സ്കൂളിൽ നടക്കുന്ന ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ മുന്നോടിയായാണ് GHSS മാരായമംഗലം പൂർവ്വ വിദ്യാർത്ഥി കലോത്സവം ചിലമ്പൊലി 2K25 എന്ന പേരിൽ നടന്നത്. HM മുരളീധരൻ KC പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജേഷ് മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് C അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ചിലമ്പൊലി 2025 ബാച്ച് കോർഡിനേറ്റർ ഷൗക്കത്ത് K, SMC ചെയർമാൻ രാജൻ പൂതനായിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ NSS വോളണ്ടിയർ ടീം പ്രോഗ്രാമുകൾ നിയന്ത്രിച്ചു. വിജയികൾക്ക് ഐമാസ് ക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽസ് ചെർപ്പളശ്ശേരി സ്പോൺസർ ചെയ്ത ട്രോഫികളും വിതരണം ചെയ്തു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ ഉണർന്നു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടക്കുന്നത്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 2ാം നാളിലാണ് കലാമത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 11 പ്രധാന വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. നീ അങ്ങനൊന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പത്തെ കുട്ടികളല്ലേ, ഈ ഓളം കയറാമൂലൊന്നും അവന് പിടിക്കണ്ടാവില്ല. ആരാ വരുന്നത്? അതാ മമ്മതാണ്. പയ്യനെ വെക്കണ കാര്യങ്ങൾ കുമാരൻ പറഞ്ഞാണ്. അല്ല നമ്പൂരിശ, എന്തിനാ പയ്യനെ വെക്കണേ? നല്ല കറവുള്ള പയ്യല്ലേ. ലക്ഷ്മി കാണിച്ചാ തീരെ വയ്യ. പിന്നെ എന്റെ അവസ്ഥ നമുക്കറിയില്ലേ? കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 13 വരെ കലോത്സവം നടക്കുന്നത്. ഉപജില്ലയിലെ 90ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമായി 4500ഓളം കലാപ്രതിഭകളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. 2ാം ദിനത്തിൽ രാവിലെ മുതൽ വിവിധ വേദികളിലായി മത്സരങ്ങൾ നടന്നു.
ചെണ്ടതായമ്പക, ചെണ്ടമേളം, മലയപുലയാട്ടം, പളിയനൃത്തം, ഇരുളനൃത്തം, പണിയനൃത്തം, മംഗലം കളി തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. ജനപ്രിയ ഇനങ്ങളായി ഒപ്പന, വട്ടപ്പാട്ട്, നാടകം, മൂകാഭിനയം ഉൾപ്പെടെയുള്ള ഇനങ്ങളും നടന്നു. കാണികളുടെ വലിയ തിരക്ക് തന്നെയാണ് ജനപ്രിയ ഇനങ്ങൾക്ക് മുന്നിൽ കാണാനായത്. സുദിനത്തിൽ സുഗന്ധപൂവായി അജപുച്ച ചരികത്തിൽ വമ്പിരും ലീല. നോക്കിയിട്ടില്ല, നോക്കാൻ പോവാ. അപ്പൊ ഒരു മിനിറ്റ് നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ A+ ആടി. ഞങ്ങൾ നാളെ ടൂറ് പോവാ. എല്ലാവർക്കും ഫുൾ A+. അയ്യോ. മേളയിൽ ചൊവ്വാഴ്ച ലളിതഗാനം, ദേശഭക്തിഗാനം, സംസ്കൃതോത്സവം, അറബിക് കലോത്സവം തുടങ്ങിയ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും. പാലക്കാട്ട് സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിലെ കളിമൺ ശില്പ നിർമ്മാണത്തിലെ വിഷയത്തിന്റെ കാഠിന്യം മത്സരാർത്ഥികളെ കുഴക്കി. കളിമണ്ണിൽ ശില്പം നിർമ്മിക്കുന്നവർ പ്രയോഗിച്ച ബഹുവചനമാണ് വിദ്യാർത്ഥികളെ കുഴക്കിയത്. കളിമണ്ണിൽ ശില്പം നിർമ്മിക്കുന്നവർ എന്ന വിഷയം നൽകിയതോടെ ഒന്നിലേറെ ശില്പങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു മത്സരാർത്ഥികൾ. 3 മണിക്കൂർ കൊണ്ട് നിർമ്മാണം ഫലപ്രദമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു മിക്ക മത്സരാർത്ഥികളുടെയും പരാതി. ശില്പത്തിന്റെ വലിപ്പം കുറച്ചാൽ മാർക്കിനെ ബാധിക്കുമെന്ന സാഹചര്യമായതോടെ ശില്പങ്ങൾ നിശ്ചിത അളവിൽ നിർമ്മിക്കാനും എല്ലാവരും നിർബന്ധിതരായി. ഇതോടെ പലർക്കും മിനുക്ക് പണികൾക്ക് പോലും സമയം ലഭിച്ചില്ല. ഇത്ര സങ്കീർണമായ വിഷയം മേളകളിൽ കാണാറില്ലെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു. പാഴ്വസ്തുക്കളെല്ലാം മനോഹരമായ ഉൽപ്പന്നങ്ങളായി. പാലക്കാട്ട് സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിലെ പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള നിർമ്മാണമാണ് കൗതുകമായത്. പഴകിയ സൈക്കിൾ റിം, ചില്ല്, ഫാൻ, തുണി ഇവയെല്ലാം കുഞ്ഞു കൈകളാൽ ഉപയോഗമുള്ള വസ്തുക്കളായി. 3 മണിക്കൂറിനകം 9 ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഭൂരിഭാഗം മത്സരാർത്ഥികളും ലക്ഷ്യം കൈവരിച്ചു. അതേസമയം ചിലർ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ പാഴ്വസ്തുക്കളല്ലെന്ന് വിധികർത്താക്കൾ കണ്ടെത്തി. മരത്തിൽ കൊത്തുപണിയും ലോഹത്തിൽ കൊത്തുപണിയും പോലുള്ള മത്സരങ്ങളും ശ്രദ്ധേയമായി. സൂഫി ഇസ്ലാമിക് ബോർഡ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അമ്പംകുന്ന് ബീരാൻ ഔലിയ ലങ്കർഖാന ബിൽഡിംഗിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. അമ്പംകുന്നിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം സൂഫി ബോർഡ് സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്യിദ് അബ്ദുള്ള ജിഫ്രിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് സാബിർ അസ്ഹലി തൃശൂർ നിർവഹിച്ചു. സൂഫി ബോർഡിനെ സംബന്ധിച്ച് പല ആളുകൾക്കും പല സംശയങ്ങളും ഒരു പുതിയ പ്രസ്ഥാനമാകുമ്പോൾ ഒരുപാട് വേവലാതികളും പലതരത്തിലുള്ള ക്യൂരിയോസിറ്റിയും ഉണ്ടാകും. എന്നാൽ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളിലുമുള്ള അന്തസത്യ മനസ്സിലാക്കി സർവ്വ മതങ്ങളെയും ആദരിച്ചുകൊണ്ട് എല്ലാ മതവിശ്വാസികളെയും ബഹുമാനിച്ചുകൊണ്ട് മതമുള്ളവരെയും ഇല്ലാത്തവരെന്ന് വൈചാത്യം കാണിക്കാതെ എല്ലാവരെയും മനുഷ്യനായി കാണാനുള്ള ഒരാർജവം കാട്ടി യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് സർവ്വ ജീവജാലങ്ങൾക്കും കരുണ മാത്രം ചെയ്യുന്ന ഒരു വിഭാഗത്തെ വാർത്തവെക്കലാണ് യഥാർത്ഥ സൂഫിസത്തിന്റെ പ്രത്യേകിച്ച് സൂഫി ബോർഡിന്റെ പരമമായ ലക്ഷ്യം. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഉമ്മൻകാളത്തോട് ചൊല്ലിക്കൊടുത്തു. സൂഫി ബോർഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് ചിസ്തി പടപ്പറമ്പ്, സെക്രട്ടറി PMA സലാം, പഞ്ചായത്തംഗം ഉഷാദേവി, സ്വാമി രാജൻ സായി, അബു ഹനീഫ, മുസ്തഫ ഖാദിരി, മൊയ്തീൻ വയനാട്, ബഷീർ മുസ്ലിയാർ കൊല്ലം തുടങ്ങിയവർ പ്രസംഗിച്ചു.
സ്വർണ്ണവിലയിൽ കുതിപ്പും കിതപ്പും തുടരുകയാണ്. പവന് 1 ലക്ഷം തൊടുമെന്ന് തോന്നിച്ചിടത്തു നിന്നും വില 10% താഴ്ന്നത് വിപണിക്ക് അല്പം ആശ്വാസമായി. വില കുറയുന്നതാണ് വിപണിക്ക് ഗുണകരമെന്ന് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു. സ്വർണ്ണവില ഇനിയും കൂടുമോ കുറയുമോ? പവന് 1 ലക്ഷം തൊടുമെന്ന് തോന്നിച്ചിടത്തു നിന്നും വില താഴെ ഇറങ്ങിയത് വില കുറയുമെന്നതിൻ്റെ സൂചനയാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില 90,000-ന് താഴെ എത്തിയത് വിപണിക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട്. എന്നാൽ സ്വർണ്ണവില വലിയ അളവിൽ ഇനിയും താഴേക്ക് പോകുമോ? ചില വിദഗ്ധ റിപ്പോർട്ട് പ്രകാരം സ്വർണ്ണവില ഉപ്പുകുത്തുമെന്ന് പ്രവചിക്കുന്നുണ്ട്. ആഗോള വിപണിയിലുണ്ടാകുന്ന ചലനങ്ങളും ഡോളറുമായുള്ള രൂപയുടെ മൂല്യത്തിൽ ഇടിവ് സംഭവിക്കുന്നതുമെല്ലാമാണ് സ്വർണ്ണവിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കാരണം. സ്വർണത്തിന് വില കുറഞ്ഞു നിൽക്കുന്നതാണ് ജ്വല്ലറിക്കാരെ സംബന്ധിച്ച് ഗുണം. ഇപ്പോഴുണ്ടായ കുറവ് വിപണിയിൽ പ്രതീക്ഷ നൽകുന്നതായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റും മുളയങ്കാവ് ബിന്ദു ജ്വല്ലറി ഉടമയുമായ CP ബാലകൃഷ്ണൻ പറയുന്നു. കച്ചവടം ഇപ്പോൾ ഈ വില ഭയങ്കരമായിട്ട് കൂടിയതിനു ശേഷം കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. നമ്മൾ ക്യാഷ് പർച്ചേസിങ് കുറവാണ്. ഇപ്പം നമ്മളവിടെയൊക്കെ കൂടുതൽ ഈ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളൊക്കെ കൂടുതൽ പോകുന്നത്. പിന്നെ എക്സ്ചേഞ്ച് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. കാരണങ്ങൾ പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ഇന്ത്യയിലത്തെ ഒരു റേറ്റ് അല്ലത്, ഇത് ആഗോള തലത്തിലുള്ള ഒരു മാർക്കറ്റാണ്. നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ റഷ്യയായിട്ടും അമേരിക്കയായിട്ടും ഒക്കെ വരുന്ന ഒരുപാട് ചൈനയായിട്ടുള്ള ഒരുപാട് കരാറുകൾ ഒക്കെ നമ്മളതിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ സർവകാല റെക്കോർഡാണ്, അവിടുത്തെ ട്രംപിൻ്റെ പുതിയ നയങ്ങളാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഇന്ത്യയിൽ നമ്മളെ മൂല്യം ഇടിയുന്നുണ്ട്. ഡോളറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ സ്വർണ്ണവിലേനെ ബാധിക്കുന്നുണ്ട്. ഒരു വിഷയം അത് വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടെ മാറി വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഒരു നമ്മൾ 70 എന്നൊക്കെ പെട്ടെന്ന് 90, 97 വരെ വന്നല്ലോ. അപ്പോൾ ഒക്കെ ഭയങ്കര ഒരു വിഷയങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വില കുറഞ്ഞപ്പോൾ 8,000 രൂപ ഒരു 10% കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റേറ്റ്. അപ്പോൾ അത് കാരണം ഇപ്പം ഇങ്ങനെ ഏകദേശം സെറ്റായി വരുന്നു കച്ചവടം. കുറയാന്ന് പറഞ്ഞാൽ കുറയണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കൂടി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഈ സാധാരണക്കാരായ കച്ചവടക്കാരാണ് നമുക്കൊക്കെ കൂടുതൽ. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാലാണ് ഇപ്പോൾ ഒരു പവൻ്റെ വള വാങ്ങിക്കണമെങ്കിൽ ആദ്യം 1 ലക്ഷം ഇപ്പോൾ ഏകദേശം 90 രൂപയോളം വരുന്നുണ്ട്. 10% കുറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റഡിയാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്നത്, കുറച്ചുകൂടി കുറയുന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്നത്. വില കൂടിയാലും കുറഞ്ഞാലും സ്വർണം ഒരു മികച്ച നിക്ഷേപമായി ആളുകൾ കാണുന്നുണ്ട്. ആഭരണഭ്രമം കൂടുതലുള്ള മലയാളിയെ സംബന്ധിച്ച് സ്വർണ്ണവില കൂടുന്നത് തിരിച്ചടിയാണ്. പണിക്കൂലിയിൽ കുറവ് നൽകിയും സമ്മാന പദ്ധതികൾ നടപ്പാക്കിയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷനുകൾ എത്തിച്ചുമെല്ലാം കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ജ്വല്ലറികൾ നടത്തുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ അലനല്ലൂർ കോട്ടോപ്പാടം പഞ്ചായത്തിലേക്ക് വെള്ളമെത്തിക്കുന്നതിനായുള്ള ഭീമനാട് ചേപ്പിലായി ഭാഗത്തെ പൈപ്പ് സ്ഥാപിക്കാൻ വൈകുന്നു. ഇരുവശവും പാടശേഖരത്തിൽ നിന്നും കെട്ടി ഉയർത്തിയ ഭാഗമായതിനാൽ വശങ്ങളിലൂടെ പൈപ്പ് സ്ഥാപിക്കാൻ കഴിയില്ല. റോഡ് പൊളിച്ചു വേണം പ്രവൃത്തി നടത്താൻ. ഇരുവശവും താഴ്ചയുള്ള ഭാഗമായതിനാൽ വശങ്ങളിലൂടെ പൈപ്പിടാൻ കഴിയില്ല. ഈ കാരണത്താൽ റോഡിന്റെ നടുവിലൂടെയാണ് പൈപ്പുകൾ സ്ഥാപിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനായി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുമതി ലഭിക്കാത്തതാണ് പ്രവൃത്തി നീളാൻ കാരണമെന്നാണ് സൂചന. അലനല്ലൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകളിലേക്കായി 2 പൈപ്പുകൾ വീതമാണ് സ്ഥാപിക്കേണ്ടത്. ചേപ്പിലായി ഭാഗം ഒഴിച്ചാൽ ഭീമനാട് സെന്റർ വരെ നിലവിൽ ഇരുവശങ്ങളിലായി പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തദ്ദേശ പോര് കഴിഞ്ഞാൽ പിന്നെ കാൽപന്ത് കളി ആവേശമായിരിക്കും പെരിന്തൽമണ്ണയിൽ. പ്രീമിയർ ക്ലബ് ഡിസംബറിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള 22 ടീമുകൾ ടൂർണമെന്റിൽ മത്സരിക്കും. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ 2 തവണ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വിജയിപ്പിച്ച പ്രീമിയർ ക്ലബ്ബ് ഇനി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നേതൃത്വം നൽകും. വിവിധ ക്ലബ്ബുകൾ ടൂർണമെന്റ് നടത്താറുള്ള നെഹ്റു സ്റ്റേഡിയം നഗരസഭ ഇത്തവണ പ്രീമിയർ ക്ലബ്ബിന് അനുവദിക്കുകയായിരുന്നു.
കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടെ ഡിസംബർ 26 മുതലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി യോഗത്തിലെ ജനപങ്കാളിത്തം കണ്ടപ്പോൾ സ്റ്റേഡിയം അനുവദിച്ചതിൽ സംതൃപ്തനായെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു. അതിന് ആശങ്കകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ തീരുമാനിക്കുമ്പോൾ ആ തീരുമാനത്തിന് പിന്നിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നത്. അവിടേക്ക് കുറച്ചുകൂടി ആളുകൾ കടന്നു വരണം, കുറച്ചുകൂടി ക്ലബ്ബുകൾ കടന്നു വരണം. അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അത് നിറവേറ്റുക, പെരിന്തൽമണ്ണയിലെ ഫുട്ബോളിന് ഏറ്റവും മഹത്തായ സംഭാവനകൾ നൽകുക, പുതിയ ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക. നമുക്കിനിയും ഒരുപാട് ഫുട്ബോൾ താരങ്ങൾ പെരിന്തൽമണ്ണയിൽ ഉദിച്ചുയരണം. അതിലൊക്കെ കാരണമാകട്ടെ, പ്രചോദനമാകട്ടെ പ്രീമിയർ ക്ലബിൻ്റെ ഒന്നാമത്തെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ഇവിടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള 22 അഖിലേന്ത്യാ ടീമുകൾ ടൂർണമെന്റിൽ കളിക്കുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് യു അബ്ദുൽ കരീം, സെക്രട്ടറി CH റിയാസ്, ട്രഷറർ പച്ചേരി ജലാൽ എന്നിവർ അറിയിച്ചു. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, FC കുപ്പൂത്ത്, ലിൻഷ മണ്ണാർക്കാട്, അൽമദീന ചെർപ്പളശ്ശേരി, FC തെന്നല, സബാൻ കോട്ടക്കൽ, AMG മാവൂർ, FC ഗോവ തുടങ്ങിയ ടീമുകൾ മത്സരിക്കാനെത്തും. BBC ബിൽഡേഴ്സാണ് ടൂർണമെന്റിന്റെ മുഖ്യ പ്രായോജകർ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. നല്ല മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കാമെന്നും ടൂർണമെന്റിൽ കിടയറ്റ മത്സരങ്ങൾ നടക്കുമെന്നും AK മുസ്തഫ പറഞ്ഞു. ഇവിടെ നമുക്ക് വിവാദങ്ങൾക്ക് ഒരു സ്ഥാനവും കൊടുക്കേണ്ടതില്ല. എല്ലാവരെയും തുല്യ പരിഗണനയോടുകൂടി നമുക്ക് കാണാം. ഒറ്റ സ്വാർത്ഥത മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് നല്ല മത്സരങ്ങൾ കാണണം. ആ മത്സരം എന്ന് പറയുന്നത് കാലങ്ങളായി നമുക്ക് വിരുന്നൂട്ടുന്നത് പോലെ തരുന്ന ഏത് സംരംഭത്തെയും അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അവിടെ നമുക്ക് പക്ഷഭേദമില്ല. ഇപ്രാവശ്യം പ്രീമിയർ ആയതുകൊണ്ട് ആ പ്രീമിയറിന്റെ കൂടെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക. വളരെ കിടയറ്റ കാലങ്ങളും പേരെടുത്ത ടൂർണമെന്റ് ടീമുകളുമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നത്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ മൻസൂർ നെച്ചിയിൽ, കൗൺസിലർ താമരത്ത് സലീം, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ, സംസ്ഥാന സെക്രട്ടറി സൂപ്പർ അഷ്റഫ്, ചമയം ബാപ്പു, ടാലന്റ് ലത്തീഫ്, വിവിധ ക്ലബ്ബ് പ്രതിനിധികളായ T സയ്യിദ് അലി, CH നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇത്രയും ജനപങ്കാളിത്തത്തോടെയുള്ള സ്വാഗത സംഘം ചേരൽ ചരിത്രത്തിൽ ആദ്യമായാണെന്നും പ്രീമിയർ ക്ലബ്ബ് പെരിന്തൽമണ്ണയിൽ നിഷേധിക്കാൻ പറ്റാത്ത ശക്തിയാണെന്ന് തെളിയിച്ചുവെന്നും KFA സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ അഭിപ്രായപ്പെട്ടു. സാധാരണ സംഘാടക സമിതി എന്ന് പറഞ്ഞാൽ ഒരു 10-100 ആൾ വെച്ച് ഒരു ചെറിയ ഹോളിൽ ഉള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മുടെ പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ക്ലബ്ബ് അത് ഇവിടെ നിഷേധിക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് എന്ന് ഈ സമൂഹത്തിൻ്റെ മുമ്പാകെ, ഈ സംഘാടക സമിതിയുടെ മുമ്പാകെ ഞങ്ങൾക്ക് സെവൻസ് ഫുട്ബോൾ പ്രസ്ഥാനത്തിനോട് പറയേണ്ട രീതിയിലേക്ക് ഈ സംഘാടക സമിതി യോഗം വൻ വിജയമായി, എനിക്ക് തോന്നുന്നു ഈ സംഘടനയുടെ ചരിത്രത്തിലാദ്യമായി ഇത്രയും വലിയൊരു ജനാവലിയുടെ മുന്നിൽ വെച്ച് ഈ ഫുട്ബോൾ മാമാങ്കത്തിന് അതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള ഈ സംഘാടക സമിതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇനി ഫുട്ബോൾ ആരംഭ ദിവസം എന്തായിരിക്കും എന്നാണ് ഭാവിയിൽ ഞാൻ ചിന്തിക്കുന്നത്. ടൂർണമെന്റിന്റെ ലോഗോ ADM NM മെഹ്റലി പ്രകാശനം ചെയ്തു. VIP ടിക്കറ്റ്, സീസൺ ടിക്കറ്റ്, കോംപ്ലിമെന്ററി പാസ് എന്നിവയുടെ പ്രകാശനം പ്രീമിയർ ക്ലബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KPM സക്കീർ, ഡോക്ടർ അബൂബക്കർ തയ്യിൽ, സുരേഷ്, വിശ്വനാഥൻ, കീഴിശ്ശേരി ജലീൽ, കീഴിശ്ശേരി നൌഷാദ്, സജി VP, സൈഫുദ്ദീൻ, HR നൌഫൽ, SM മുജീബ്, KT ഉമ്മർ, റഷീദ് കീഴിശ്ശേരി, തെക്കത്ത് ഉസ്മാൻ തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു. ടൂർണമെന്റിന്റെ സംഘാടനത്തിന് സംഘാടക സമിതി ചെയർമാനായി നഗരസഭാ ചെയർപേഴ്സൺ P ഷാജി, വർക്കിംഗ് ചെയർമാൻ ഹക്കീം മടശ്ശേരി, കൺവീനർ കീഴിശ്ശേരി ഇസ്മായിൽ, ട്രഷറർ അബു ഷിയാസ് എന്നിവർ അടങ്ങുന്ന 700 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സൗഹൃദപരമായും മികച്ച രീതിയിലും ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് പ്രീമിയർ ക്ലബ്ബ് പ്രസിഡന്റ് യു അബ്ദുൽ കരീം പറഞ്ഞു. നല്ല രീതിയിൽ സൗഹാർദ്ദപരമായി നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ സഹോദര ക്ലബ്ബുകളായ
കാതർലി ക്ലബ്ബ് അടക്കമുള്ള എല്ലാ ക്ലബിൻ്റെ അംഗങ്ങളും ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷം ആ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കൊരു വാശി വൈരാഗ്യമൊന്നുമില്ല. ഞങ്ങളുടെ വാശി നല്ല രീതിയിൽ ടൂർണമെന്റ് നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വാക്കുകൾ കൊണ്ട് പോരടിക്കാതെ പ്രവൃത്തികളിലൂടെ നമുക്ക് പ്രവർത്തിക്കാം എന്ന് മാത്രം മനസ്സിൽ കരുതി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. KSSPA മണ്ണാർക്കാട് നിയോജകമണ്ഡലം സമ്മേളനം സമാപിച്ചു. പെൻഷൻകാരോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന വഞ്ചന അവസാനിപ്പിക്കണമെന്നും അടിയന്തരമായി പെൻഷൻ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. KSSPA സംസ്ഥാന പ്രസിഡന്റ് C. ബാലൻ ഉദ്ഘാടനം ചെയ്തു. അവകാശമാണ് അത് നിഷേധിച്ചിരിക്കുന്നത്. 2024 ജൂലൈ മാസം 1-ാം തീയതി ശമ്പളം പരിഷ്കരിക്കേണ്ടതാണ്, പെൻഷൻ പരിഷ്കരിക്കേണ്ടതാണ്. ഒരു കമ്മീഷനെ പോലും വെക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. കമ്മീഷനെ പോലും വെക്കാൻ തയ്യാറായിട്ടില്ല. കമ്മീഷൻ വെച്ച് വ്യത്യാസം റിപ്പോർട്ട് നൽകില്ലല്ലോ. കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ കൂടുതൽ സമയമെടുക്കും. ഇനി ഒരു കൊല്ലത്തിൽ കൂടുതൽ സമയമെടുത്തു കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. കമ്മീഷൻ വെച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിച്ചു. 2026 ജനുവരി മാസം 1-ാം തീയതി തൊട്ട് മുൻകാല പ്രാബല്യത്തോടുകൂടി അവർ കമ്മീഷൻ നിയമിച്ചു. അതിന് ടേംസ് ഓഫ് റഫറൻസിൽ 2026 ജനുവരി 1-ാം തീയതി മുതൽ മുൻകാല പ്രാബല്യം എന്ന് വിധിച്ചെടുത്തു. അവർ ആ കമ്മീഷനായിട്ട് മുന്നോട്ട് പോവുകയാണ്. 10 വർഷത്തിലൊരിക്കൽ കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം പരിഷ്കരിക്കുന്നത്. 10 വർഷത്തിലൊരിക്കൽ ശമ്പളം പരിഷ്കരണം നടത്തി കേന്ദ്ര ഗവൺമെന്റ്. മണ്ണാർക്കാട് വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് K. വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. P. അഹമ്മദ് അഷ്റഫ്, PR സുരേഷ്, ആസീസ് ബീബിനാട്, K. മുഹമ്മദ് റഷീദ്, അച്ഛൻ മാത്യു, KG ബാബു, V. സുകുമാരൻ, P. ഉണ്ണികൃഷ്ണൻ, A. അസേനാർ, തോമസ് ആന്റണി, KCM ബഷീർ, ഗോപി പൂന്തോട്ടത്തിൽ, A. ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു. പ്രസിഡന്റായി K. വേണുഗോപാലിനെയും സെക്രട്ടറിയായി P. ബാലഗോപാലിനെയും ട്രഷററായി K. ഹംസയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പുകയില രഹിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു. VTS സമ്മിറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് CK സുരേഷ് കുമാർ പ്രഖ്യാപനം നിർവഹിച്ചു. ചടങ്ങിന് മുന്നോടിയായി പാണ്ടിക്കാട് ടൗണിൽ പുകയില വിമുക്ത സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുള്ള റാലിയും നടന്നു. പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 ശ്രീ CK സുരേഷ് കുമാർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ലഹരിമുക്ത പുകയിലമുക്ത വിദ്യാലയങ്ങൾ എന്ന ആ പദ്ധതി ആത്മാർത്ഥതയോടെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ കഴിഞ്ഞ 3 മാസം നീണ്ട തീവ്ര പരിശ്രമത്തിനു ശേഷം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 23 വിദ്യാലയങ്ങളും ലഹരി രഹിതമായി. ആരോഗ്യവകുപ്പിന്റെ ടോഫി ക്യാമ്പയിനിന്റെ ഭാഗമായി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. ആരോഗ്യവകുപ്പ്, ഗ്രാമപഞ്ചായത്ത്, സ്കൂൾ PTA, സ്റ്റാഫ് കൗൺസിൽ, വ്യാപാരി സംഘടനകൾ, ക്ലബ്ബുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചത്. പ്രഖ്യാപന ചടങ്ങിന് മുന്നോടിയായി പാണ്ടിക്കാട് ടൗണിൽ വിളംബര റാലിയും നടന്നു. സ്കൂൾ മേധാവികൾ, വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ടീം ഇക്കിഗായ് ഭാരവാഹികൾ, ആരോഗ്യ പ്രവർത്തകർ, ട്രോമ കെയർ, പോലീസ് വളണ്ടിയർമാർ, വ്യാപാരികൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. തുടർന്ന് VTS സമ്മിറ്റ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 CK സുരേഷ് കുമാർ പ്രഖ്യാപനം നിർവഹിച്ചു. അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സ്വന്തം ഉമ്മയെ കുത്തി കൊന്നു. ഇവനായിട്ട് ഞാൻ സംസാരിച്ചു. സാറിന് എനിക്ക് തോന്നുന്നു സാറിന് നാസർ സാറിന് ഇപ്പോൾ ക്ലൈന്റിന് അറിയില്ല. ജയിലിൽ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവരും സംസാരിക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ സെഷൻ ജഡ്ജിന്റെ പെർമിഷനോടുകൂടി സെഷൻ ജഡ്ജി ചിലപ്പോൾ പല DM ഓഫീസിലേക്ക് ഞങ്ങൾക്ക് അവിടെ പരിശോധിച്ച് ഇപ്പോൾ ഞാൻ അടുത്ത് പോയത് സെൻട്രൽ ജയിലായിട്ടുള്ള തവനൂരിലാണ്. ഇതിന് നേതൃത്വം നൽകിയ കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്യോഗസ്ഥരെയും അദ്ദേഹം അഭിനന്ദിച്ചു. അതിന്
കുറച്ച് പണിയെടുത്ത ആളുകളുണ്ട്. അതിൽ പണിയെടുത്ത ആളുകളിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ മാതൃകയായിട്ട് പ്രവർത്തിച്ച ഈ പാണ്ടിക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ശ്രീജിത്താണ്. പാണ്ടിക്കാട് മോഡൽ എന്ന് ഞങ്ങൾ സംസ്ഥാനത്ത് പലപ്പോഴും പല പ്രവൃത്തിയെക്കുറിച്ചും ഈ ആരോഗ്യരംഗത്ത് പറയാറുണ്ട്. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിമ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ നാസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട്, പോലീസ് സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബീന മാണിക്കോത്ത്, വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ലത്തീഫ് ഇക്ബാൽ, അഷറഫ് പിലാക്കൽ, ഇക്കിഗായ് പ്രതിനിധി VTS ഹബീബ് റഹ്മാൻ, PHNT ശാന്ത, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CV ബിശ്വജിത്ത്, KV സജീവ്, കിഷോർ ബാലൻ, രമ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വെള്ളുവങ്ങാട് സൗത്ത് AMLP സ്കൂൾ തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രദർശനം, വിദ്യാലയങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങിയവയും നടന്നു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. സഹകാരിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ PA ഉമ്മറിന്റെ ജീവിതം ഇനി വായിച്ചറിയാം. 60 വർഷത്തെ ജീവിത അനുഭവങ്ങൾ ഉൾപ്പെടുത്തിയ PA ഉമ്മർ പാദമുദ്രകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ചെർപ്പളശ്ശേരിയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സഹകരണ മേഖലയിൽ സർക്കാരിൻ്റെ റോബർട്ട് ഓവൻ പുരസ്കാര ജേതാവുമായ PA ഉമ്മറിൻ്റെ 60 വർഷത്തെ ജീവിതാനുഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് PA ഉമ്മർ പാദമുദ്രകൾ എന്ന പേരിൽ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഞായറാഴ്ച നടന്ന ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA സദനൻ കൃഷ്ണൻകുട്ടിക്ക് കൈമാറി പുസ്തകം പ്രകാശനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ അധ്യക്ഷനായി. സാഹിത്യകാരൻ KB രാജാനന്ദ് പുസ്തകം പരിചയപ്പെടുത്തി. K പ്രേംകുമാർ MLA മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, OK സേതുലവി, KM ഇസാക്ക്, KK അസീസ് എന്നിവർ സംസാരിച്ചു. മർദാനെ സംബന്ധിച്ച് എന്നേക്കാൾ കൂടുതൽ വ്യക്തിപരമായ ബന്ധങ്ങളും അതുപോലെ തന്നെ സൗഹൃദവും രാഷ്ട്രീയ ബന്ധവും എല്ലാമുള്ള ആളുകളാണ് ഇവിടെ. അദ്ദേഹം ക്ഷണിച്ച് ഇവിടെ വന്നിട്ടുള്ള ഒട്ടേറെ ആളുകൾ സഹകരണ മേഖലയിലെ ചുമതലക്കാരായ ആളുകൾ മാത്രമല്ല, സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ബാങ്കുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പ്രവർത്തിച്ചവരൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. ആദ്യം അദ്ദേഹം ഒരു പുസ്തകം തയ്യാറാക്കി ചെർപ്പളശ്ശേരിയുടെ ചരിത്രം. ഒരു ചരിത്ര പഠന വിദ്യാർത്ഥിക്ക് ഏറ്റവും പ്രയോജനപ്രദമായ വിധത്തിലുള്ള ഒരു പുസ്തകമായിരുന്നു അത് ഇപ്പോഴും ഇവിടെ ലഭ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം തയ്യാറാക്കിയ പുസ്തകം സഹകരണ മേഖലയെ സംബന്ധിച്ചും ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും രാജ്യം, നാട്, നമ്മുടെ ഗ്രാമം, ചെർപ്പളശ്ശേരി ഇന്നലെ എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അതിബൃഹത്തായ ഒരു ഗ്രന്ഥം തന്നെയാണ്. മറ്റൊരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. വാണിജ്യ വാർത്തകൾ. പ്രമേഹം മൂലമുണ്ടാകുന്ന കാഴ്ച പ്രശ്നങ്ങൾക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ചികിത്സ ഇനി നമ്മുടെ ചെർപ്പളശ്ശേരിയിലും. മഞ്ചക്കല്ലിൽ പ്രവർത്തിക്കുന്ന സെയിൻസ് കണ്ണാശുപത്രിയിൽ മെഡിക്കൽ റെറ്റിനോപ്പതി വിഭാഗം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു. നേത്ര ചികിത്സാരംഗത്ത് ഏറ്റവും മികച്ച സേവനം കാഴ്ചവെച്ച് ചെറുപ്പളശ്ശേരിയുടെ കണ്ണാശുപത്രിയായി മാറിയ സയൻസ് കണ്ണാശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചത്. ഞായറാഴ്ച പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA പരിശോധന നടത്തി ചികിത്സ ഉദ്ഘാടനം ചെയ്തു. ഏറെക്കുറെ 1.5 വർഷമായി പ്രവർത്തനം ആരംഭിച്ച സെയിൻ കണ്ണാശുപത്രിയിലാണ് ഇരിക്കുന്നത്. ഈ ആശുപത്രിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള പുതിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റെറ്റിനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള OCT മിഷൻ പുതുതായിട്ട് ഇന്നിവിടെ ഇറക്റ്റ് ചെയ്യാം. കണ്ണുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായുള്ള സർജറി കാര്യങ്ങളെല്ലാം നല്ല നിലക്ക് നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആശുപത്രി മെച്ചപ്പെട്ട നിലയിൽ വരുന്നു. ജനങ്ങൾക്കും നല്ല രൂപത്തിലുള്ള അഭിപ്രായങ്ങളാണ്. പക്ഷേ ആ ആശുപത്രിയുടെ തുടർന്നുള്ളൊരു പ്രവർത്തനത്തിൽ
ഇവിടെ ഈ റെറ്റിനയുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് ആവശ്യമായി വരുന്ന OCT മിഷൻ ഇന്ന് ഈ ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയോജനം ഇനി ഇവിടെ വരുന്ന കണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന എല്ലാ രോഗികൾക്കും കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സർജറി സാധാരണഗതിയിൽ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഓപ്പറേഷൻസുകളെല്ലാം നടന്നു കഴിഞ്ഞാലും ഷുഗർ പേഷ്യൻസിന് സാധാരണഗതിയിൽ കണ്ണിനെ ബാധിക്കാവുന്ന അത്തരം രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും കണ്ടുപിടിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിനും പരിഹാരം കാണാനുമൊക്കെ ആവശ്യമായ ചികിത്സ കൂടി ഈ സൈൻ കണ്ണാശുപത്രിയിൽ ഇന്നത്തോടു കൂടി ആരംഭിക്കുകയാണ്. അത്യാധുനിക നേത്ര പരിശോധനാ സംവിധാനങ്ങളായ OCT സ്കാനിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള മികച്ച സംവിധാനങ്ങളാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ചികിത്സാ വിഭാഗത്തിൽ ഒരുക്കിയിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സൈൻസ് ഐ ഹോസ്പിറ്റൽ CMD ഹിദായത്തുള്ള, ജനറൽ മാനേജർ റിഷാദ് A, സൈൻസ് കോളേജ് പ്രിൻസിപ്പൽ ഹിബാത്തുള്ള, മജ്ലിസ് ജനറൽ ക്ലിനിക് MD ഷാജി, അജ്മൽ മഞ്ചാക്കൽ, അബൂബക്കർ VP, അബ്ബാസ് നെയ്യപ്പാടൻ, അഡ്മിൻ മാനേജർ അനീഖ് അബ്ദലി, മാർക്കറ്റിംഗ് മാനേജർ അസ്ലഹ് തുടങ്ങിയവർ പങ്കെടുത്തു. നേത്രചികിത്സാ രംഗത്തെ ഒരു വിശ്വസ്ത നാമമായി മാറിക്കൊണ്ടിരിക്കുന്ന സെയിൻസ് കണ്ണാശുപത്രി ഒരടുത്ത മൈൽ സ്റ്റോണിലേക്ക് കടന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA മമ്മിക്കുട്ടി അവരുടെ ഉദ്ഘാടനത്തിൽ നമ്മുടെ നഗരസഭാ ചെയർമാൻ രാമചന്ദ്രൻ സാറുടെ അധ്യക്ഷതയിലുമായിട്ട് ഇന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതി മെഡിക്കൽ റെറ്റിനയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇനാഗുറേഷൻ ഇവിടുന്ന് നടന്നിരിക്കുകയാണ്. ചെർപ്പുളശ്ശേരിയും പരിസര പ്രദേശങ്ങളിലുമുള്ള മുഴുവൻ ആളുകൾക്കും ഒരു ആശ്രയ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന സെയിൻസ് കണ്ണാശുപത്രി ഇന്ന് പ്രമേഹം കാഴ്ചകളെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നറിയാനും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള ഒരു അഡീഷണൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ന് ഇതിലൂടെ ഉദ്ഘാടനം ചെയ്തിട്ടിരിക്കുന്നത്. അത് ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകൾക്കും വളരെ ആശ്വാസമായി, അത് പിന്നെ ദൂരങ്ങൾക്കൊന്നും പോകാതെ തന്നെ അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിൽ എടുക്കാനുള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മനം നിറയ്ക്കുന്ന കാഴ്ചകളുടെ വിസ്മയ പ്രപഞ്ചമൊരുക്കി വള്ളുവനാട് ഫെസ്റ്റ് ഒറ്റപ്പാലം ചിനക്കത്തൂർ മൈതാനിയിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു. കടലിനടിയിലെ കാഴ്ചകളും അവതാർ സിനിമയിലെ വിസ്മയങ്ങളും നേരിൽ കണ്ട് ആസ്വദിക്കാൻ 100 കണക്കിന് ആളുകളാണ് ചിനക്കത്തൂർ കാവ് മൈതാനിയിൽ എത്തുന്നത്. കണ്ടില്ലേ? എല്ലാം കണ്ടില്ലേ? എല്ലാ പരിപാടിയും കണ്ടു. ഞങ്ങള് അപ്രതീക്ഷിതമായിട്ട് പെട്ടതാണ്, പക്ഷെ വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അടിപൊളി പരിപാടിയാണ്. സൂപ്പർ. മനം നിറയ്ക്കുന്ന കാഴ്ചകളും ഷോപ്പിംഗ് അനുഭവങ്ങളും അമ്യൂസ്മെന്റ് റൈഡുകളും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് വള്ളുവനാട് ഫെസ്റ്റ് ഒറ്റപ്പാലം ചിനക്കത്തൂർ മൈതാനിയിൽ വിജയകരമായി മുന്നോട്ട് പോകുന്നത്. നാളിതുവരെ ഒറ്റപ്പാലം കാണാത്ത കാഴ്ചകളുടെ മായാപ്രപഞ്ചം തന്നെയാണ് വള്ളുവനാട് ഫെസ്റ്റ് ആസ്വദിക്കാനെത്തുന്നവരെ കാത്തിരിക്കുന്നത്. 360 ഡിഗ്രിയിലെ ഗ്ലാസ് ടണലിൽ മത്സ്യസമ്പത്തോടു കൂടിയ കടലിനടിത്തട്ട് നേരിൽ കാണാനും അടുത്തറിയാനുമായി നിരവധി പേരാണ് എത്തുന്നത്.
ഭീമൻ അരാപൈമയും അലങ്കാര മത്സ്യങ്ങളും കാഴ്ചഭംഗി കൂട്ടുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കടൽ ഭംഗി ആസ്വദിച്ചെത്തുന്നത് അവതാർ സിനിമയിലെ ദൃശ്യവിസ്മയങ്ങൾ നേരിൽ കാണുന്ന ഇടത്തേക്കാണ്. സിനിമാ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള പണ്ടോറയും അവതാർ കഥാപാത്രങ്ങളും നേരിൽ കണ്ട് ആസ്വദിക്കാനാവും. കൂടാതെ ഫുഡ് കോർട്ടുകൾ, അമ്യൂസ്മെന്റ് റൈഡുകൾ, ഗെയിം സോണുകൾ, വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും 50% വരെ വിലക്കുറവിൽ നേടാനുള്ള അവസരവുമുണ്ട്. വള്ളുവനാട് ഫെസ്റ്റ് ആസ്വദിച്ചവർക്കെല്ലാം മികച്ച പ്രതികരണമാണ് പറയാനുള്ളത്. സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നല്ലപോലെ നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു പുതുമയുണ്ട് കാണാൻ. ഈ ഭാഗത്ത് വരും നന്നായിട്ടുണ്ട്. അവതാറിന്റെ മാതിരി രസമുണ്ട്. മീനുകൾ കാണാൻ നല്ല രസമുണ്ട്. നമുക്കൊരു പുതിയ അനുഭവം. കുഴപ്പമില്ല, ആദ്യമൊക്കെ കാണുന്നത് കുഴപ്പമില്ലാതെ പർച്ചേസിങ്ങിനായാലും അവതാരം അതുപോലെ മീനിന്റെ ഫ്രഷിനും മത്സ്യത്തിൻ്റെ നന്നായിരിക്കും. അത്യാവശ്യം 100 രൂപ കൊടുക്കുന്നതിനുള്ള ഗുണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇത്ര നന്നാവും പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയില്ല. ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ രാത്രി 9 മണിവരെയും മറ്റ് ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണിവരെയുമാണ് പ്രദർശനം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആഘോഷിക്കാനുള്ളതെല്ലാം ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. ഡിസംബർ 1 വരെയാണ് വള്ളുവനാട് ഫെസ്റ്റിന്റെ പ്രദർശനം. പ്രദർശനത്തിന് എത്തുന്നവരുടെ സൗകര്യാർത്ഥം മികച്ച പാർക്കിംഗ് സൗകര്യവും മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. മറ്റു വാർത്തകൾ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായി കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു. 21 കാട്ടുപന്നികളെയാണ് ഷൂട്ടർമാർ വെടിവെച്ച് കൊന്നത്. വാണിയംകുളം പഞ്ചായത്ത് പരിധിയിൽ ജീവനും സ്വത്തിനും ഭീഷണിയായ കാട്ടുപന്നികളെയാണ് വെടിവെച്ച് കൊന്നത്. മുൻ വാർഡ് മെമ്പർ ശശീന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 21 കാട്ടുപന്നികളെ അംഗീകൃത ഷൂട്ടർമാർ വെടിവെച്ചു കൊന്നു. ഷൂട്ടർമാരായ എൻ അലി, വി ദേവകുമാർ, വി ജെ തോമസ്, ഇസ്മായിൽ, ഫൈസൽ ഉടമല, എൻ സാബു, മുജീബ് എന്നിവർ പങ്കെടുത്തു. പന്നികളുടെ ജഡം വാർഡ് മെമ്പർ സിന്ധുവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായി സംസ്കരിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അണ്ടിക്കുണ്ട് ചളവ താണിക്കുന്ന് റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം എൻ ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. ടാറിങ്ങും കോൺക്രീറ്റും ചെയ്താണ് 1.5 കിലോമീറ്ററിൽ അധികം ദൂരത്തിൽ നവീകരണം നടക്കുക. ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി MLA അനുവദിച്ച 40 ലക്ഷം രൂപ ചെലവിലാണ് അണ്ടിക്കുണ്ട് പാലം മുതൽ താണിക്കുന്ന് വരെയുള്ള ഭാഗം നവീകരിക്കുന്നത്. ഇതിൽ ചളവ ലൈബ്രറിക്ക് സമീപമുള്ള കയറ്റത്തിൽ 70 മീറ്ററോളം ഭാഗം കോൺക്രീറ്റ് ചെയ്യും. ബാക്കിയുള്ള ഭാഗം പൂർണ്ണമായും ടാറിംഗ് ചെയ്താണ് നവീകരിക്കുക. പ്രവൃത്തികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ എൻ ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മൾ PHC ഹെൽത്ത് സെന്ററുകളോ ഒക്കെ തിരിച്ചെടുക്കുമ്പോൾ അത് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയും കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതി തിരിച്ചെടുക്കുമ്പോൾ അത് അധികാര വികേന്ദ്രീകരണത്തിന് എതിരാണ്. എന്നാൽ റോഡുകൾ PWD ഏറ്റെടുത്താലാണ് സുഗമമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾ PWD റോഡുകൾ നോക്കൂ.
അത് നമുക്കും ഇടപെടാൻ എളുപ്പമാണ്. വളരെ ശക്തമായി അതിന്റെ പിന്നിൽ നിന്ന് പറയേണ്ടടുത്ത് പറഞ്ഞ് പോകേണ്ടടുത്ത് പോയി കണ്ട് അതിന് നിരവധി മീറ്റിങ്ങുകളും MLA-മാർക്ക് ഒരു വർഷം ഉണ്ടാകും ഈ പൊതുമരാമത്ത് റോഡുകളുമായി ബന്ധപ്പെട്ട്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P ഷാനവാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P രഞ്ജിത്ത്, P ബഷീർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ M സിബത്തുള്ള, KT ഹംസപ്പ, റഫീഖ് ചളവ, മഹബൂസ് ചളവ, M അബ്ദു, P റഷീദ്, അയ്യപ്പൻ കുറുപ്പാടത്ത്, KM അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. റോഡ് നവീകരിക്കുന്നതോടെ അണ്ടിക്കുണ്ട് പാലം മുതൽ പൊൻപാറ വരെയുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമാകും. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ മിന്നം പ്രകടനം കാഴ്ചവെച്ച ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ വിദ്യാലയം അഭിനന്ദിച്ചു. അനുമോദന സദസ്സ് മലപ്പുറം സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി അർജുൻ VR ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PG മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം SHO S അനീഷ് വിശിഷ്ടാതിഥിയായി. മാതൃസംഘം കൺവീനർ ജെനി നാരായണൻ, ഡെപ്യൂട്ടി HM മനോജ് MN, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ രാജൻ P, ശ്രീകുമാർ V, നാരായണൻ നമ്പൂതിരിപ്പാട്, കായികാധ്യാപകനായ PR റോഷൻ, അജീഷ് K, പരിശീലകരായ പ്രണവ്, ജംഷാദ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇനി തിരഞ്ഞെടുപ്പ് ചൂട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായി. ആദ്യഘട്ടം ഡിസംബർ 9-നും രണ്ടാം ഘട്ടം ഡിസംബർ 11-നും. വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വഴിമുട്ടി. ജനറൽ സീറ്റിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളുടെ തള്ളിക്കയറ്റം. കോൺഗ്രസിന്റെ സീറ്റുകൾ ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ്. കൊപ്പം കൈപ്പുറം ചിനവതിക്കാവിൽ മോഷണം. 15,000 രൂപയോളം മോഷണം പോയി. ഓഫീസ് കെട്ടിടം കുത്തി തുറന്നാണ് മോഷണം. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മാരായമംഗലത്ത് തുടക്കമായി. VK ശ്രീകണ്ഠൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഉപജില്ലാ കലോത്സവം കൊപ്പത്ത് തുടരുന്നു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് തുറന്നു. 2 ഷിഫ്റ്റുകളിലായാണ് ആദ്യഘട്ടത്തിൽ ഡയാലിസിസ് നടത്തുക.